ഈ കഴിഞ്ഞ ക്രിസ്മസിന് തലേദിവസമാണ് സീരിയൽ താരം സിദ്ധാർത്ഥ് ഓടിച്ച വാഹനം ഇടിച്ച് ഒരാൾക്ക് പരിക്കേൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പരിക്കേറ്റ വ്യക്തി മരിക്കുകയും ചെയ്തു. തമിഴ്നാട് സ്വദേശിയായ തങ്കരാജാണ് മരണപ്പെടുന്നത്. കുറച്ചു കാലമായി ഉപജീവനമാർഗമായി അദ്ദേഹം ലോട്ടറി വിറ്റാണ് കഴിയുന്നത്. കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലുമാണ് കച്ചവടം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ പൊലിഞ്ഞതോടെ കുടുംബം പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കു മുകളിലായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ആയിരിക്കവേ ആണ് തങ്കരാജ് വിടവാങ്ങിയത്. എന്നാൽ ചികിത്സാ ചെലവിൽ സിദ്ധാർത്ഥിൻ്റെ കുടുംബം ഇടപെട്ടിരുന്നോ എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റോഡ് സുരക്ഷാ വിദഗ്ധർ തന്നെ സംസാരിക്കുന്നത്. ശോചനമായ അവസ്ഥയാണ് ഇത്തരം അവസ്ഥകൾ കേരള പൊതുനിരത്തിലുണ്ടാകുന്നത്. മദ്യം മാത്രമല്ല, മയക്കുമരുന്നിനും അടിമകളാണ് പലരും. മറ്റു സംസ്ഥാനങ്ങളിൽ ചെക്കിംഗ് നിർബന്ധമാണ്. പക്ഷേ നമ്മുടെ നിരത്തുകളിൽ പരിശോധന കർശനം അല്ല എന്നാണ് മിക്ക ആളുകളും അഭിപ്രായപ്പെടുന്നത്. സീരിയൽ നടൻ ഇത്തരം ഒരു രീതിയിൽ ചെയ്തപ്പോൾ നഷ്ടമായത് ആ പാവപ്പെട്ടയാളുടെ കുടുംബമാണ്. എന്നാൽ അതിനുശേഷം തങ്കരാജിൻ്റെ കുടുംബത്തെ കാണാനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആശ്വാസമായി എന്തെങ്കിലും നൽകാനോ സിദ്ധാർത്ഥും കുടുംബവും ഇടപെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കുഴപ്പത്തിലേക്കാണ് സിദ്ധാർത്ഥ് പോകുന്നത്. സുപ്രീം കോർട്ടിൻ്റെ റൂൾ അനുസരിച്ച് ഡ്രൈവറിൻ്റെ അനാസ്ഥ മൂലം ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട്. ഇൻഷുറൻസ് കമ്പനി പിന്മാറുന്ന സാഹചര്യത്തിൽ ഉറപ്പായും സിദ്ധാർത്ഥ് ആണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. ഇത് മനഃപൂർവ്വമായ നരഹത്യയായി തന്നെ പരിഗണിക്കണം എന്നാണ് റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്ര നാരായണൻ പറയുന്നത്. മദ്യപിച്ച് കഴിഞ്ഞാൽ സ്വബോധം നഷ്ടപ്പെടും. അത്രയും സ്വബോധം നഷ്ടമായ അവസ്ഥയിൽ ആയിരുന്നു സിദ്ധാർത്ഥ് എന്ന് മിക്ക വീഡിയോസിലും കാണാൻ സാധിക്കും. ഉറപ്പായും അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിടേണ്ട കേസ് തന്നെയായിരുന്നു ചുമത്തേണ്ടത്. കാരണം ഗുരുതരമായ വിഷയമാണ് സിദ്ധാർത്ഥ് ചെയ്തതെന്നും അദ്ദേഹം ന്യൂസ് ചാനലിൽ സംസാരിക്കവേ പറഞ്ഞു. വീട് പോലും വിറ്റ് ഈ പാവത്തിൻ്റെ നഷ്ടപരിഹാര തുക കൊടുക്കണം. ബ്ലഡ് മണി ആയി കോടികൾ ചോദിച്ചാൽ അതും നൽകണം. കാരണം സിദ്ധാർത്ഥിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടായ കുറ്റം തന്നെയാണ് ഇത്. വിദേശ രാജ്യങ്ങളിൽ ബ്ലഡ് മണി സമ്പ്രദായം നിലനിൽക്കുന്നത് പോലെ ഇവിടെയും അത് ഉണ്ടാകേണ്ടത് ഇനി ഇത്തരത്തിൽ ചെറുപ്പക്കാർ കുറ്റം ചെയ്യാതെ ഇരിക്കാൻ സഹായിക്കും എന്നാണ് ഉപേന്ദ്രൻ അഭിപ്രായപ്പെട്ടത്.